ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കുന്നത് ഒരു പിങ്ക് പാലപ്പമാണ്. അപ്പം നല്ല മയമുള്ളതും അതേസമയം വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഒരു പാലപ്പമാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഉണക്കലരിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. നല്ല തവിടുള്ള നമ്മൾ പായസമൊക്കെ വെക്കാനെടുക്കുന്ന 1 കപ്പ് ഉണക്കലരി. അത് നന്നായിട്ട് ഒരു 3 വട്ടം കഴുകി അതിലേക്കൊരു 1/4 കപ്പ് മിച്ചം ചോറ് ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് വേണ്ട, 1/4 കപ്പിനോ 1/2 കപ്പിനോ ഇടയ്ക്ക്. ഇനി ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ ചുരണ്ടിയത്. ഇത് ഫ്രീസറിൽ ഇരുന്ന തേങ്ങ ചുരണ്ടിയതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു നികക്ക വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഈ തേങ്ങയൊക്കെ കട്ടയെല്ലാം അലിഞ്ഞു വന്നോളും. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് മാത്രം ചേർത്താൽ മതി. കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ തിരുമ്മി യോജിപ്പിക്കണം. അപ്പം ഈസ്റ്റ് എല്ലായിടത്തും നന്നായിട്ട് എത്തി. ഇത്രയും വെള്ളം മതി. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഒരു 4-5 മണിക്കൂർ നമുക്കിത് മൂടി വയ്ക്കാം. ഞാനിത് ഓവർനൈറ്റാണ് വെക്കുന്നത്. വൈകിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് രാവിലെയാണ് ഇത് അരയ്ക്കുന്നത്. അല്ലെങ്കിൽ ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് അരച്ചെടുക്കാം. അപ്പം മിക്സിയുടെ വലിയ ബൗളിലേക്ക് ഒരു തവണ കൊണ്ട് തന്നെ ഇത് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പാകത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് തരിയില്ലാതെ അരച്ച് ഒരു വലിയ ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കാം. അല്പം വെള്ളം ആ മിക്സിയുടെ ബൗളിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഫെർമെൻ്റായിട്ട് കിട്ടും. റൈസ് കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഇത് ഇറക്കി വയ്ക്കാം. അല്ലെങ്കിൽ കാസറോൾ ഉണ്ടെങ്കിൽ കാസറോളിൽ ഇറക്കി വെച്ചാലും പെട്ടെന്ന് തന്നെ ഫെർമെൻ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 1.5-2 മണിക്കൂറായപ്പം നന്നായിട്ടിത് മാവ് ഫെർമെൻ്റായിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് ഒരു 6 അപ്പം കുറച്ച് മുമ്പ് തയ്യാറാക്കി വെച്ചിട്ട് അത് കഴിഞ്ഞ് ബാക്കിയുള്ള മാവാണിത്. അപ്പം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്ക് ഓരോ അപ്പമായിട്ട് ചുട്ടെടുക്കാം. നല്ല രുചിയുള്ള നല്ല മയമുള്ള പാലപ്പമാണ്. ഈ മാവ് നമ്മൾ പിറ്റേ ദിവസം ഉണ്ടാക്കിയാലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് പിറ്റേ ദിവസം ഉണ്ടാക്കിയാലും ഇതിൻ്റെ മയമൊന്നും ഒട്ടും നഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇതുപോലെ ചുറ്റിച്ച് പാലപ്പച്ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് മാവ് ഒഴിച്ച് ചുറ്റിച്ച് 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. 1 മിനിറ്റ് കൂടെ ആകുമ്പോഴത്തേക്ക് അപ്പം റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. കണ്ടില്ലേ, നല്ല ഒരുപാട് ഹോൾസൊക്കെയുള്ള നല്ല പിങ്ക് നിറത്തിലുള്ള നിറച്ചും തവിടുള്ള അപ്പമാണ്. അപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ ആണേലും ധൈര്യമായിട്ട് കഴിക്കാം. നന്നായിട്ട് തവിട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം തവിടിൽ ധാരാളം വൈറ്റമിൻ ബിയും ബി കോംപ്ലക്സും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. അപ്പം ഈ അരി കൊണ്ട് സാധാരണ ആരും അങ്ങനെ പാലപ്പമൊന്നും ഉണ്ടാക്കാറില്ല. ഈ അരി കൊണ്ടും നമുക്ക് നന്നായിട്ട് നല്ല മയമുള്ള രുചിയുള്ള പാലപ്പം തയ്യാറാക്കാം.